ഫ്രണ്ട്സ്, ലോഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റൂൾ ഓഫ് ലോ ആണ്. അപ്പൊ എന്താണ് റൂൾ ഓഫ് ലോ? ദ ഡോക്ട്രിൻ ദാറ്റ് നോ ഇൻഡിവിജ്വൽ ഈസ് എബവ് ദ ലോ ആൻഡ് ദാറ്റ് എവറിവൺ മസ്റ്റ് ബി ആൻസർ ടു ഇറ്റ് എന്നാണ് പറയുന്നത്. അതായത് ലോക്ക് മുകളിലായിട്ട് ആരുമില്ല, എല്ലാവരും അതിന് മുന്നിൽ, ലോയുടെ മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. എ ലീഗൽ സിസ്റ്റം വിച്ച് റൂൾസ് ആർ ക്ലിയർ, വെൽ അണ്ടർസ്റ്റുഡ് ആൻഡ് ഫെയർലി എൻഫോഴ്സ്ഡ് എന്ന് പറയുന്നുണ്ട്. അതായത് കൃത്യമായിട്ട്, ക്ലിയർ ആയിട്ട്, വെൽ അണ്ടർസ്റ്റാൻഡ് ആയിട്ട്, ഫെയർലി മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിനാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓൾ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആൻഡ് ഓൾ പ്രൈവറ്റ് സിറ്റിസൺ മസ്റ്റ് ഫോളോ ദ ലോ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദ പ്രിൻസിപ്പിൾ ദാറ്റ് എവറി മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഈവൻ റൂളർ മസ്റ്റ് ഫോളോ ദ ലോ എന്നുള്ളതാണ് റൂൾ ഓഫ് ലോന്റെ മറ്റൊരു കാര്യമായിട്ട് പറയുന്നത്. പിന്നെ എവിഡേസിയുടെ കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ റൂൾ ഓഫ് ലോനെ നമുക്ക് മൂന്നായിട്ട് എവിഡേസി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് സുപ്രമസി ഓഫ് ലോ ആണ്, സെക്കൻഡ് വൺ വരുന്നത് ഈക്വാലിറ്റി ബിഫോർ ലോ ആണ്, മൂന്നാമത്തത് പ്രിഡോമിനൻസ് ഓഫ് ലീഗൽ സ്പിരിറ്റ് ആണ്. ഇനി HWR വെയ്ഡിന്റെ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ റൂൾ ഓഫ് ലോ ഈസ് ദ ആബ്സെൻസ് ഓഫ് ആർബിട്രറി പവർ ഓൺ ദ പാർട്ട് ഓഫ് ഗവൺമെന്റ് എന്നാണ് വെയ്ഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് റൂൾ ഓഫ് ലോ എന്തൊക്കെയാണെന്ന് നോക്കാം. Rule of law implies a state of affair where there is an absence of arbitrary power, where law is observed by everyone, including the government and its offices. Every man is equal before law and assured that he will not be punished except for the violation of law. അതായത് റൂൾ ഓഫ് ലോന്റെ മുന്നിൽ എല്ലാവരും ഈക്വൽ ആണ്, എല്ലാ മനുഷ്യന്മാരും ഈക്വൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അയാൾ ലോ ബ്രേക്ക് ചെയ്യുന്നത് വരെ നമ്മൾ ആരെയും പണിഷ് ചെയ്യില്ല എന്ന് റൂൾ ഓഫ് ലോ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആബ്സെൻസ് ഓഫ് ആർബിട്രറി പവർ ആണ് റൂൾ ഓഫ് ലോ എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റും അതിന്റെ ഒഫീഷ്യൽസും ലോന്റെ അണ്ടറിൽ അക്കൗണ്ടബിൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലോ ക്ലിയർ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവണം എന്ന് പറയുന്നുണ്ട്, ഫെയർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റിസ് മസ്റ്റ് ബി ഡെലിവേർഡ് കണ്ടംപ്റ്റ് ആൻഡ് എത്തിക്കൽ ആണെന്ന് പറയുന്നുണ്ട്. അതായത് എല്ലാവർക്കും നീതി തുല്യമായിട്ടായിരിക്കണം നീതി കൊടുക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ എത്തിക്കൽ ആയിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, ന്യൂട്രൽ ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് റൂൾ ഓഫ് ലോ നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ലിമിറ്റഡ് ഗവൺമെന്റ് പവർ ആണ്, രണ്ടാമത്തത് ആബ്സെൻസ് ഓഫ് കറപ്ഷൻ ആണ്, മൂന്നാമത്തത് ഓർഡർ ആൻഡ് സെക്യൂരിറ്റി ആണ്, നാലാമത്തത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, അഞ്ചാമത്തത് ഓപ്പൺ ഗവൺമെന്റ് ആണ്, ആറാമത്തത് സിവിൽ ജസ്റ്റിസ് ആണ്, ഏഴാമത്തത് ക്രിമിനൽ ജസ്റ്റിസ് ആണ്. ഇതൊക്കെയാണ് റൂൾ ഓഫ് ലോന്റെ ഫാക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് എവല്യൂഷൻ ഓഫ് എവിഡേസിസ് റൂൾ ഓഫ് ലോ എന്തൊക്കെയാണെന്ന് നോക്കാം. എവിഡേസിയുടെ അഭിപ്രായത്തിൽ റൂൾ ഓഫ് ലോനെ എവിഡേസി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് സുപ്രമസി ഓഫ് ലോ ആണ്, രണ്ടാമത്തത് ഈക്വാലിറ്റി ബിഫോർ ലോ ആണ്, മൂന്നാമത്തത് പ്രിഡോമിനൻസ് ഓഫ് ലീഗൽ സ്പിരിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ ആയ സുപ്രമസി ഓഫ് ലോ എന്താണെന്ന് നോക്കാം. സുപ്രമസി ഓഫ് ലോ എന്ന് പറയുന്നത് ലോ ആണ് സുപ്രീം ആയിട്ടുള്ള അധികാരം, അതായത് ലോക്ക് മുകളിലായിട്ട് മറ്റൊന്നുമില്ല, എല്ലാവരും ലോനെ ഒബെയ്ഡ് ചെയ്യണം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് സുപ്രമസി ഓഫ് ലോ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത് വരുന്നത് ഈക്വാലിറ്റി ബിഫോർ ലോ ആണ്, അതായത് നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണെന്നുള്ള കൺസെപ്റ്റ് ആണ് ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നതിൽ വരുന്നത്. മൂന്നാമത്തത് എന്ന് പറയുന്നത് പ്രിഡോമിനൻസ് ഓഫ് ലീഗൽ സ്പിരിറ്റ് ആണ്, അതായത് ജുഡീഷ്യറിക്കാണ് ഏറ്റവും അധികാരം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. അതായത് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആസ് എ ഫൈനൽ അതോറിറ്റി ഫോർ ദ എൻഫോഴ്സിംഗ് ലോ ആൻഡ് പ്രൊട്ടക്ടിങ് ഇൻഡിവിജ്വൽ റൈറ്റ് എന്നാണ് പ്രിഡോമിനൻസ് ഓഫ് ലീഗൽ സ്പിരിറ്റിൽ പറയുന്നത്. അതായത് ജുഡീഷ്യറി ആണ് ഫൈനൽ ആയിട്ടുള്ള അതോറിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് പ്രിഡോമിനൻസ് ഓഫ് ലീഗൽ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ക്രിറ്റിസിസം ഫോർ എവിഡേസിസ് റൂൾ ഓഫ് ലോ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഡേസി ഹാസ് ഒപ്പോസ് ദ സിസ്റ്റം ഓഫ് ഡിസ്ക്രിഷണറി പവേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഡേസിയുടെ റൂൾ ഓഫ് ലോ പ്രകാരം എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഡിസ്ക്രിഷണറി പവേഴ്സ് വരുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് എവിഡേസിയുടെ ഈ കൺസെപ്റ്റ് എന്നാണ് ഫസ്റ്റ് ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ വരുന്നത് ഡേസി ഫെയിൽ ടു ഡിസ്റ്റിംഗ്വിഷ് ആർബിട്രറി പവേഴ്സ് ആൻഡ് ഡിസ്ക്രിഷണറി പവേഴ്സ്. അതായത് ആർബിട്രറി പവേഴ്സിനെയും ഡിസ്ക്രിഷണറി പവേഴ്സിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നതിൽ ഡേസി ഫെയിൽ ആയി എന്ന് പറയുന്നുണ്ട്. മൂന്നാമത് വരുന്നത് ഡേസീസ് തിയറി പ്രൈമർലി ഫോക്കസ് ഓൺ സേഫ് ഗാർഡിംഗ് ഇൻഡിവിജ്വൽ ലിബർട്ടി ആൻഡ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നാണ് മൂന്നാമത്തെ ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് റൂൾ ഓഫ് ലോ ഇൻ ഇന്ത്യ നോക്കാം. ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് സുപ്രീം, അതായത് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സുപ്രീം അധികാരമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സെറ്റ് ഔട്ട് ദ പ്രിൻസിപ്പിൾസ് ഓഫ് റൂൾ ഓഫ് ലോ. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ പ്രിയാമ്പിളിൽ മാത്രമല്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉടനീളം പല ആർട്ടിക്കിളിലായിട്ടും റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നോട്ട് ഓൺലി എസ്റ്റാബ്ലിഷ് ദ റൂൾ ഓഫ് ലോ ബട്ട് ഓൾസോ പ്രൊവൈഡ് ദ പ്രൊവിഷൻസ് ഓഫ് പ്രൊട്ടക്ടിങ് ദ സെയിം. പിന്നെ നമുക്ക് ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം. അതായത് ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുന്നത്.
നമ്മൾ എ വി ഡേസിയുടെ റൂൾ ഓഫ് ലോ കൺസെപ്റ്റ് നോക്കിയ ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ വി ഡേസി റൂൾ ഓഫ് ലോനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ വരുന്നത് സുപ്രമസി ഓഫ് ലോ ആയിരുന്നു, രണ്ടാമത്തത് ഈക്വാലിറ്റി ബിഫോർ ലോ ആയിരുന്നു, മൂന്നാമത്തത് പ്രിഡോമിനൻസ് ഓഫ് ലീഗൽ സ്പിരിറ്റ് ആയിരുന്നു. അപ്പൊ അതിലുള്ള ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് നമ്മുടെ ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ എ വി ഡി സിയുടെ റൂൾ ഓഫ് ലോ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും ഫോളോ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് പ്രിസർവേഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് റൂൾ ഓഫ് ലോ നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ആർട്ടിക്കിൾ 141 ആണ്. സുപ്രീം കോർട്ട് ഷാൽ ബൈൻഡ് ഓൺ ഓൾ കോർട്സ് എക്സെപ്റ്റ് ദ സുപ്രീം കോർട്ട് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. പിന്നീട് വരുന്നത് ആർട്ടിക്കിൾ 142 ആണ്. സുപ്രീം കോർട്ടിന്റെ ജൂറിസ്ട്രിക്ഷൻ ആണ് ആർട്ടിക്കിൾ 142 പറയുന്നത്. പിന്നീട് വരുന്നത് ആർട്ടിക്കിൾ 144 ആണ്. ഓൾ അതോറിറ്റീസ് ഇൻ ദ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ ഷാൽ ബി ആക്ട് ഇൻ എയ്ഡ് ഓഫ് ദ സുപ്രീം കോർട്ട് എന്ന് പറയുന്നുണ്ട്. പിന്നീട് വരുന്നത് ആർട്ടിക്കിൾ 32 ആണ്. അതായത് സുപ്രീം കോർട്ടിന്റെ റിട്ട് ആണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. പിന്നീട് വരുന്നത് ആർട്ടിക്കിൾ 226 ആണ്. അതായത് ഹൈക്കോർട്ടിന്റെ റിട്ട് ജൂറിസ്ട്രിക്ഷൻ ആണ് ആർട്ടിക്കിൾ 226 പറയുന്നത്. പിന്നെ നമുക്ക് റൂൾ ഓഫ് ലോ ആയി ബന്ധപ്പെട്ട കുറച്ച് കേസ് ലോസ് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആണ്. റൂൾ ഓഫ് ലോ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത കേസ് എന്ന് പറയുന്നത് ADM ജബൽപൂർ വേഴ്സസ് ശിവകാന്ത് ശുക്ല എന്ന് പറഞ്ഞ കേസാണ്. അപ്പൊ ഈ കേസിൽ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 ആണ്. ആർട്ടിക്കിൾ 21 വയലേറ്റ് ആവപ്പെടുക അല്ലെങ്കിൽ അത് സസ്പെൻഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവിടെ റൂൾ ഓഫ് ലോ ഇല്ല എന്ന് പറഞ്ഞ കേസാണ് ADM ജബൽപൂർ വേഴ്സസ് ശിവകാന്ത് ശുക്ല എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. അതിൽ നമ്മൾ എ വി ഡേസിയുടെ കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. എ വി ഡേസി 3 ആയിട്ട് റൂൾ ഓഫ് ലോനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ തന്നെ സുപ്രീമസി ഓഫ് ലോയും ഈക്വാലിറ്റി ബിഫോർ ലോയും പ്രിഡോമിനൻസ് ഓഫ് ലീഗൽ സ്പിരിറ്റും ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ക്രിറ്റിസിസം നോക്കി, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് നോക്കി. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.